നിങ്ങളൊരു സീ ഫുഡ് ലവർ ആണെങ്കിൽ ഒരിക്കലും ഇവിടെ നിങ്ങൾ കഴിക്കരുത്. കഴിച്ചാൽ നിങ്ങളിതിന് അഡിക്റ്റ് ആവും. ഇടക്കിടക്ക് പോയി കഴിക്കേണ്ടി വരും. പിന്നെ ഇന്ന കുറ്റം പറയരുത്. ഫിഷിൽ വെറൈറ്റി തൊപ്പി നടക്കണവരാണെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ, ഹെൽപ്ഫുള്ളാവും. ഇവിടുത്തെ മെനുവിൽ ഒരു ഐറ്റം ഉണ്ട്, ഒന്നല്ല ഒരു 4-5 ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഞാൻ നല്ല വൃത്തിയിൽ ബ്രീഫ് ചെയ്ത് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇവിടെ പോണോ പോണ്ടേന്നൊക്കെ. എന്നാൽ പിന്നെ കേട്ടോളി ഹബീബെ. കിസൈസിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറയാം. കിസൈസിൽ ഡമാസ്കസ് സ്ട്രീറ്റ് 4 കല്യാൺ സിൽക്സിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സീബ്രില്ലിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കൂടുതൽ ആർഭാടങ്ങളൊന്നുമില്ല, ലിമിറ്റഡ് ഐറ്റംസ് ഉള്ളൂ. പക്ഷേ ഉള്ളതൊക്കെ ഒന്നിനൊന്ന് മെച്ചാണ്. അവർ ഈ മസാല തേക്കുന്നത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. നല്ല പൂ പോലത്തെ സീബ്രീം മസാലേനെ പറ്റി പിന്നെ ഒന്നും പറയാനില്ല. സോ ഗുഡ്. ഭയങ്കര സോഫ്റ്റാണ്. അതേപോലെ തന്നെ ടേസ്റ്റും വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോയിക്കോളും. സീബാസും അതേപോലെ തന്നെ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ടേസ്റ്റിൽ പിന്നെ നോ കോംപ്രമൈസ്. സാൽമൺ ഫിഷും സ്ക്വിഡും പ്രൗൺസും എല്ലാം വിഷയമാണ് മക്കളെ. റെഡ് മസാല, ഗ്രീൻ മസാല, പെപ്പർ, അറബിക്, ഇങ്ങനെ പല ഡിഫറെൻറ്റ് മസാല ഫ്ലേവേഴ്സിൽ ഇവിടെ ഫിഷ് അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. ഇവിടെ വേറെ 2 ഐറ്റംസും കൂടി ഉണ്ട്, അത് ഞാൻ പറയാം. അതിന് മുമ്പ് റൈസിൻ്റെ കാര്യം. സ്പൈസസ് ഒക്കെ ബ്ലെൻഡായിട്ട് നല്ല ഫ്ലേവർഫുൾ റൈസാണ് നമുക്ക് കിട്ടിയത്. ഇനി നേരത്തെ പറയാൻ വെച്ച കാര്യം പറഞ്ഞുതരാം. ഞാനൊരു ഞണ്ട് ലവർ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഈ ക്രാബ് സീന് മസ്റ്റ് ട്രൈ ആണ്. പല കമ്പനിക്കാർക്കും ഞണ്ട് ഇഷ്ടമല്ല. ബിസ്മില്ലാ. അതേപോലെ തന്നെ ബ്രോസ്റ്റഡ് സ്ക്വിഡും പ്രൗൺസും നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വൻ നഷ്ടമാവും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൊഹിറ്റോസും ജ്യൂസസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഫാമിലിക്കൊക്കെ പറ്റിയ ആംബിയൻസ് ആണ്. മജ്ലിസും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് സീറ്റിംഗ്. സോ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. സീബ്രിൽ റെസ്റ്റോറൻറ്റ്, കിസൈസ്. സ്റ്റിൽ ദെൻ ബൈ.